ഹേലോ ഗുഡ്നസ്. അങ്ങനെ വാങ്കടയിൽ ഇന്നലെ ഒത്തുകൂടിയ മുംബൈ ആരാധകരെ വീണ്ടും നിരാശരാക്കിക്കൊണ്ട് മുംബൈ ഒരു തോൽവിയോടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. സീസണിലെ 6ാം തോൽവിയാണ് ഇന്നലെ സൺറൈസേഴ്സിനോട് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 20 ഓവറിൽ 243 എന്നൊരു വൺ ടോട്ടൽ എടുത്തിട്ടും സൺറൈസേഴ്സ് മറുപടി ബാറ്റിങ്ങിൽ വെറും 18.4 ഓവറിൽ വെറും പുഷ്പം പോലെ ആ ഒരു റൺസ് മറികടക്കുകയായിരുന്നു. അങ്ങനെ മറ്റൊരു റെക്കോർഡ് റൺചേസിന് തന്നെയാണ് നമ്മൾ ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. നമുക്കറിയാം ഈ സീസണിൽ തന്നെ ഡൽഹിയുമായിട്ട് പഞ്ചാബ് 265 എന്നൊരു വൺ ടാർഗറ്റ് ചേസ് ചെയ്ത് അത് IPL ഏറ്റവും റെക്കോർഡ് ഹയസ്റ്റ് റൺചേസ് ആയിരുന്നു അത്. പിന്നെ ഈ ആദ്യ 5 റെക്കോർഡ് റൺചേസിൽ എടുത്താലും ആകെ 2 ടീമുകളും പഞ്ചാബ് കിങ്സും സൺറൈസേഴ്സ് ആയതുള്ളത്. അപ്പോൾ ഇവരുടെ ബാറ്റിംഗ് എത്രത്തോളം ശക്തമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ബോളിംഗ് എത്രത്തോളം മോശമാണെന്ന് നമുക്കറിയാം. കാരണം ഇത്രയും റൺസ് വിട്ടുകൊടുത്തുകൊണ്ടാണല്ലോ ഇവർക്ക് ഇത്രയും സ്കോർ ചേസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ 200+ സ്കോർ ചേസ് ചെയ്ത മത്സരങ്ങൾ വന്നൊരു സീസൺ കൂടിയായിരുന്നു. 10 മത്സരങ്ങളാണ് ഈ സീസണിൽ 200+ സ്കോർ ചേസ് ചെയ്ത് ജയിക്കുന്ന കളികൾ വന്നത്. അപ്പോൾ ഒരു 250 പോലും എടുത്താൽ രക്ഷയില്ലാത്തൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മുന്നൊക്കെ ഒരു 200 അല്ലെങ്കിൽ 200+ എടുത്താൽ തന്നെ ഒരു ആത്മവിശ്വാസമാണ്. കളി പകുതി ജയിച്ചു എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. കാരണം 200+ സ്കോർ ചേസ് ചെയ്ത് ജയിക്കാൻ അത്ര എളുപ്പമില്ലായിരുന്നു ഒരു 3-4 സീസൺ മുമ്പ് വരെ. പക്ഷേ ഇപ്പോൾ 250 അടിച്ചിട്ടും രക്ഷയില്ലാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ മുംബൈയുടെ കാര്യത്തിലേക്ക് വരികയാണെന്ന് വെച്ചാൽ അവർ ഏകദേശം പുറത്താവാനുള്ളൊരു പുറത്തേക്കുള്ളൊരു വഴിയിലേക്കാണ് അവർ പോകുന്നത്. ഏകദേശം ഇനി 6 മത്സരങ്ങളാണ് അവർക്കുള്ളത്. 6 മത്സരങ്ങളിൽ ജയിച്ചാൽ തന്നെ ഇനി പ്ലേ ഓഫിൽ കിടക്കാൻ സാധിക്കും. 6 മത്സരം പോട്ടെ, ഒരു 5 മത്സരങ്ങൾ ജയിച്ചാൽ ഒരു സാധ്യതയുണ്ട്. 14 പോയിൻ്റാണല്ലോ ഒരു മിനിമം ഒരു ടാർഗറ്റ് വരുന്നത്. ആ ഒരു 14 പോയിൻ്റ് ഇനി 5 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ 6 മത്സരത്തിൽ 5 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ 14 പോയിന്റിൽ എത്താൻ സാധിക്കുക. എന്നാലും കാൽക്കുലേറ്റർ വെച്ചെടുത്ത് ഇരിക്കണം, മറ്റുള്ള ടീമുകളുടെ വിജയപരാജയങ്ങളെ ആസ്വദിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന MA vs SRH മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾക്ക് വരാൻ മുമ്പ് ഈ വീഡിയോ തുടർന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യും. ഇന്നലെ ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗ് ആണ് ആദ്യം തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ബോളിംഗ് തിരഞ്ഞെടുത്ത് പൊട്ടിയതുകൊണ്ടാണ് ഇന്നലെ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ഒന്ന് നോക്കാമെന്ന് വെച്ചത്. പിന്നെ സ്ക്വാഡിൽ കുറച്ച് അഴിച്ചുപണികളൊക്കെ നടത്തിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. അതുപോലെ ഓപ്പണിങ്ങിൽ റയാൻ ഡക്ലിനെ തിരികൊണ്ടുവന്നു. പിന്നെ വിൽ ജാക്സനെ ഓപ്പണിങ്ങിൽ ഇറക്കി. അങ്ങനെ അത് നന്നായി ഫലവത്താവുകയും ചെയ്തു. ഓപ്പണിങ്ങിൽ തന്നെ നല്ലൊരു തുടക്കം തന്നെ മുംബൈക്ക് 20 കോടി സമ്മാനിച്ചത്. അതായത് കിൻഡൻ ഡി ക്വിക്കിനെയും പിന്നെ ഡാൻസ് മെലോഡയും അവരൊക്കെ പുറത്തിരുത്തി ബാറ്റിങ്ങിൽ നല്ല അഴിച്ചുപണി വരുത്തിയിട്ടാണ് ഇന്നലെ മുംബൈ കളിക്കാറുള്ളത്. റയാൻ ഡക്ലിനും വിൽ ജാക്സനും ചേർന്ന ആദ്യ വിക്കറ്റിൽ തന്നെ 93 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് കൂട്ടിച്ചേർത്തത്. പിന്നീട് 8ാം ഓവറിലെ ആദ്യ പത്തിൽ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി വിൽ ജാക്സനെ ഇഷാൻ കിഷൻ്റെ കൈകളിൽ എത്തിച്ച ആ ഒരു പാർട്ട്ണർഷിപ്പിലൂടെയൊക്കെയായിരുന്നു. വിൽ ജാക്സൺ ഇന്നലെ മുംബൈക്ക് വേണ്ടി ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഇറങ്ങിയത്. 22 പന്തിൽ 5 4 3 6 ഉൾപ്പെടെ 46 റൺസാണ് വിൽ ജാക്സൺ ഇന്നലെ മുംബൈക്ക് വേണ്ടി. പിന്നീട് 1 ഡൗണായി വന്ന സൂര്യകുമാർ യാദവ് ആദ്യ ബോളിൽ 4 ഒക്കെ അടിച്ച് തുടങ്ങിയെങ്കിലും പിന്നത്തെ ഓവറിൽ ഇഷാൻ മലിംഗ അഭിഷേക് ശർമ്മയുടെ കയ്യിൽ എത്തിച്ച് സൂര്യകുമാർ യാദവിനെ മടക്കുകയും. പിന്നീട് റയാൻ ഡക്ലിൻ്റെ 3ാം വിക്കറ്റിൽ നമാന്തരിനെ കൂട്ടുപിടിച്ച് നടത്തിയ 55 റൺസ് പാർട്ട്ണർഷിപ്പും 4ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ കൂട്ടുപിടിച്ച് 56 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പും മുംബൈ ഒരു മികച്ച ടോട്ടലിലെത്തുകയായിരുന്നു. റയാൻ ഡക്ലിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. 55 പന്തിൽ 10 4ഉം 8 6ഉം ഉൾപ്പെടെ 123 റൺസാണ് ഇന്നലെ റയാൻ ഡക്ലി മുംബൈക്ക് വേണ്ടി നേടിയത്. അങ്ങനെ വീണ്ടും ഒരു സെഞ്ചുറി IPL വന്നു. അങ്ങനെ നമ്മൾ സഞ്ജു ചേട്ടൻ തുടങ്ങി വെച്ച സെഞ്ചുറി ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം റീസെൻ്റ്ലി ഇപ്പോൾ അടുത്തടുത്ത മത്സരങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ഓരോ മത്സരങ്ങളിലും ഓരോ സെഞ്ചുറി വെച്ച് കാണാം. അങ്ങനെ ഇന്നലെ അർക്കട്ടനും ഇന്നലെ ഒരു സെഞ്ചുറി ആയിരിക്കും. 43 പന്തിലാണ് ആ ഒരു സെഞ്ചുറി നേട്ടം. ആ ഒരു ട്രാവിസ് ഹെഡ് സ്റ്റൈലായിരുന്നു. അതായത് ബാറ്റ് ഹെൽമെറ്റും കൊടുത്തിട്ടുള്ള ഒരു സ്റ്റൈൽ സെലിബ്രേഷനൊക്കെ ആയിരുന്നു ഇന്നലെ. സൺറൈസേഴ്സിൻ്റെ ബോളർമാരെല്ലാവരും ഇന്നലെ കണക്കിന് തല്ലു വാങ്ങിയെന്ന് തന്നെ പറയാം. ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ഇന്നലെ 4 ഓവറിൽ വിട്ടുകൊടുത്ത 39 റൺസാണ്. വിക്കറ്റ് ഒന്നും കാണാൻ സാധിച്ചില്ല. റസൂൽ ഹിഞ്ച ഇന്നലെ 2 വിക്കറ്റ് എടുത്തെങ്കിലും 4 ഓവർ വിട്ടുകൊടുത്ത് 54 റൺസാണ്. കുറച്ചുകൂടി ഒരു ഭേദപ്പെട്ട ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ഇഷാൻ മലിംഗയാണ്. 4 ഓവറുകൾ 29 റൺസ് മാത്രമേ ഇഷാൻ മലിംഗ ഇന്നലെ വിട്ടുകൊടുത്തുള്ളൂ. ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു. ഹർഷ് ദുബേനൊക്കെ ഇന്നലെ തെരഞ്ഞു പിടിച്ച് അടിക്കുകയും പറയും. അങ്ങനെ മുംബൈയുടെ ഒരു ബിഗ് ടോട്ടൽ ചെയ്തതിനായിട്ട് നമ്മുടെ വെടിക്കെട്ട് പിള്ളേരാണെന്ന് സൺറൈസേഴ്സിൻ്റെ അഭിഷേകും ഹെഡും കൂടി നല്ല കിണ്ണം കഴിച്ച എക്സ്പ്ലോസീവ് ഇന്നിങ്സ് തന്നെയായിരുന്നു ഈ ടീമൊക്കെ.
പവർ പ്ലേയിൽ തന്നെ 92 റൺസാണ് ഇരുവരും കൂടി അടിച്ച് എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. 6 ഓവർ 92. അത് അങ്ങനെയാണ്, ഇരുവരും 6 ഓവർ നിൽക്കാൻ വെച്ചാൽ 92, 80, 90 ആ ഒരു കണക്ക്, ചിലപ്പോൾ 100 കിടക്കാം. അപ്പോൾ 92 റൺസാണ് ഇന്നലെ ഹെഡും അഭിഷേകം കൂടി നേടിയത്. ബുംറ അടിഞ്ഞ പവർ പ്ലേയിലെ അവസാന ഓവറിൽ ഹെഡും അഭിഷേകം കൂടി അടിച്ചത് 18 റൺസാണ്, 2 സിക്സും ഒരു 4ഉം ഉൾപ്പെടെ. അതുപോലെ ട്രെന്റ് ബോൾട്ട് തിരികെ വീണ്ടും മുംബൈക്ക് വേണ്ടി കളിക്കുകയാണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള ഉപകാരം ഉണ്ടായില്ല. ബോൾട്ടിനും കിട്ടിയ നല്ല അടി. അങ്ങനെ 8.4 ബോളിൽ 129 റൺസിന് വിക്കറ്റൊന്നും നഷ്ടപ്പെടാം ശക്തമായി നിലയിൽ സൺറൈസേഴ്സ് ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു മുംബൈയുടെ ഒരു കംബാക്ക് വരുന്നത്. കംബാക്കൊന്നും ആയിരുന്നില്ല, അണയാൻ പോകുന്ന തീയൊന്ന് ആളിക്കത്തിയതായിരുന്നു വേണമെങ്കിൽ പറഞ്ഞു. 9 ഓവർ എറിയുന്ന അള്ളാഹ് ഫാൾ, അതായത് അഫ്ഗാനിസ്ഥാൻ സ്പിന്നറായ അള്ളാഹ് ഫാൾ 4-ാം പന്തിലെ അഭിഷേകമായി തൊട്ടടുത്ത ബോളിൽ തന്നെ ഇഷാൻ കിഷനെയും പുറത്താക്കി മുംബൈക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകിയിരുന്നു. ആ ഒരു ബാക്ക് ടു ബാക്ക് വിക്കറ്റ്സ് വന്നത് വാങ്കടെ ഞങ്ങൾ ഉണർത്തിയെന്ന് തന്നെ പറയാം. ആരാധകരെ വീണ്ടും തിരിച്ച് ആ പഴയ ആവേശത്തിലേക്ക് വന്നു. തൊട്ടടുത്ത ഓവറിൽ തന്നെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ട്രാവിസ് ഹെഡിനെയും മടക്കിയോടുകൂടി മുംബൈ ഒരു വിജയത്തിലേക്ക് തിരിച്ചു വന്നു നമുക്ക് വിചാരിച്ചു പോയി. എന്നാൽ ആ ഒരു കുറച്ച് നിമിഷങ്ങൾ മാത്രമേ മുംബൈക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. 4-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഹെൻറി ക്ലാസിനും നിതീഷ് കുമാർ റെഡ്ഡിയും ചേർന്ന 80 റൺസ് പാർട്ണർഷിപ്പ് മുംബൈയെ വിജയത്തിൽ നിന്ന് തട്ടിയകറ്റുകയായിരുന്നു. പിന്നീട് 17-ാം ഓവറിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ ട്രെന്റ് ബോൾട്ട് പുറത്താക്കി സലീൽ അറോറയെ കൂട്ടുപിടിച്ച് ഹെൻറി ക്ലാസൻ സൺറൈസേഴ്സിനെ അവരുടെ 6-ാം വിജയത്തിലേക്ക് ഈസിയായി എത്തുകയായിരുന്നു. അങ്ങനെ 12 പോയിന്റുമായിട്ട് 3-ാം സ്ഥാനത്ത് തന്നെയാണ് സൺറൈസേഴ്സ്. 30 പന്തിൽ 7 4ഉം 4 6ഉം ഉൾപ്പെടെ 65 റൺസാണ് ഇന്നലെ ഹെൻറി ക്ലാസൻ സൺറൈസേഴ്സിന് വേണ്ടി സൺറൈസേഴ്സിനെ വിജയത്തിലേക്ക് എത്തിച്ചതും ഈ ഒരു ക്ലാസിക് ആൻഡ് വെടിക്കെട്ട് ഇന്നിങ്സ് തന്നെയാണ്. ക്ലാസൻ തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ക്ലാസ് പ്ലെയർ ആയ സലീൽ അറോറയുടെ ആ ഒരു അവസാനവട്ട ഫിനിഷിംഗ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. വെറും 10 ബോളിലാണ് അദ്ദേഹം 2 4ഉം 3 6ഉം 30 റൺസ് അടിച്ച് സൺറൈസേഴ്സിനെ എളുപ്പത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചതും. മുംബൈയുടെ ബോളർമാരിലേക്ക് ഒരാഴ്ച മുംബൈയുടെ തുറുപ്പുചീട്ടായ ജാസ്മിൻ ബുംറ 4 ഓവറിൽ വിട്ടുകൊടുത്തത് 54 റൺസാണ്. അതുപോലെ മത്സരത്തിലേക്ക് വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വന്ന ട്രെന്റ് ബോൾട്ട് 4 ഓവറിൽ വിട്ടുകൊടുത്തത് 41 റൺസ്. വിൽ ജാക്സ് ഒക്കെ 1 ഓവർ എറിഞ്ഞെങ്കിലും 19 റൺസാണ് 1 ഓവറിൽ വിട്ടുകൊടുത്തത്. ഗുജറാത്തിനെതിരെ 4 വിക്കറ്റ് എടുത്ത് മത്സരത്തിലേക്ക് ഹീറോയായ അശ്വിനി കുമാർ 2 ഓവറിൽ വിട്ടുകൊടുത്തത് 41 റൺസ്. ഹാർദിക് പാണ്ഡ്യ 3.4 ഓവറിൽ വിട്ടുകൊടുത്തത് 39 റൺസ്, ഒരു വിക്കറ്റ് എടുത്തു. പിന്നെ ഇന്നലെ പുള്ളി പവർ പ്ലേയിലൊന്നും ഓവർ എറിഞ്ഞില്ലേ, മിഡിൽ ഓവേഴ്സിലാണ് ഓവർ ഇടുന്നത്. മുംബൈയുടെ ഇനി അടുത്ത മത്സരം വരുന്നത് CSK ആയിട്ടാണ്. വീണ്ടും ഒരു എൽ ക്ലാസിക്കോ. ഇത് എൽ ക്ലാസിക്കോ അല്ല, ഇത് ലോ ക്ലാസിക്കോ ആവാനുള്ള ചാൻസാണ്. കാരണം അടിവാരം ടീംസാണ് മുംബൈ. CSK പിന്നെ 2-3 മത്സരങ്ങൾ ജയിച്ച്, അതായത് ഒരു മത്സരം കൂടി ജയിച്ച് 6 പോയിന്റ് ആണെന്നുള്ളൊരു മുംബൈക്കാൾ ഭേദം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ CSK വേഴ്സസ് മുംബൈ മത്സരം വീണ്ടും വരുന്നു. പിന്നെ സൺറൈസേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് KKR ആയിട്ടാണ്. അത് അവർക്ക് ഈസിയായി ജയിക്കാന്നുള്ളൂ. അങ്ങനെ അവരുടെ ഒരു വിന്നിംഗ് സ്ട്രീക്ക് അവർ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.